ജി സുധാകരനെ ബി.ജെ.പിയിലേക്ക് പരോക്ഷമായി സ്വാഗതം ചെയ്ത കെ സുരേന്ദ്രൻ. ജി സുധാകരനെ CPIM പുറത്താക്കുമെന്നാണ് വിവരമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. തെറ്റ് തിരുത്തുന്നതിന് പകരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകിയ ജനവിഭാഗത്തിന് മേൽ കൈ ഉയർത്താനാണ് CPIM ശ്രമിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന വിശാല നേതൃയോഗത്തിൽ അധ്യക്ഷപ്രസംഗം നടത്തുന്നതിനിടെയാണ് കെ സുരേന്ദ്രൻ CPIMന്റെ മുതിർന്ന നേതാവ് ജി സുധാകരനെ BJPയിലേക്ക് പരോക്ഷമായി ക്ഷണിച്ചത്. ജി സുധാകരനെ അടുത്ത ആഴ്ച പുറത്താക്കുമെന്ന് ചില മാധ്യമങ്ങളിൽ ഞാൻ വാർത്ത കണ്ടു. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് പാർട്ടി പുറത്താക്കുന്നതെങ്കിൽ രക്തസാക്ഷികളാകേണ്ടി വരുന്നവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയോടൊപ്പം നിർത്താൻ കഴിയുന്ന ഒരു മുന്നണി കേരളത്തിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കേണ്ട. തെരഞ്ഞെടുപ്പ് പരാജയം പിണറായി വിജയനും MV ഗോവിന്ദനും സ്വയം കൃതാർത്ഥം. പച്ചക്കുതിരയിൽ എഴുതിയതുകൊണ്ട് കാര്യമില്ല, തെറ്റു ചെയ്ത നേതാക്കൾ തെറ്റുതിരുത്തണം. മകനും മകളും മകളുടെ ഭർത്താവും ചേർന്ന സിൻഡിക്കേറ്റ് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ആലപ്പുഴയിലെ കളയല്ല ആദ്യം പിഴുതുമാറ്റേണ്ടതെന്നും കെ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് സ്വയം കൃതാനാർത്ഥമാണ് ശ്രീ പിണറായി വിജയൻ, ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ. മറ്റുള്ളവരെ പഴി പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. തെറ്റ് തിരുത്താനാണെങ്കിൽ ശരിയായ നിലയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം. MA ബേബിയൊക്കെ പച്ചക്കുതിരയിൽ എഴുതുകയാണ്. പച്ചക്കുതിരയിൽ എഴുതിയത് കൊണ്ട് കാര്യമില്ല, തെറ്റ് തിരുത്തണം. ഭൂരിപക്ഷ സമുദായത്തിലെ സാമുദായിക സംഘടനകളെയും നേതാക്കളെയും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ CPIM നടത്തുന്ന ശ്രമം BJP ചെറുക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിശാല നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. 24 തിരുവനന്തപുരം.